ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൽഎൻടെക്. അപ്പോൾ ഗായ്സ്, നമ്മളെ അപ്ഡേഷൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലസ് 2020 കൊനാമി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ പറഞ്ഞ പോലെ തന്നെ 15-ാം തീയതി തൊട്ട് അപ്ഡേഷൻ വരുന്നതായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ 14-ാം തീയതി മിക്കവാറും നമ്മളെ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡിങ് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒഫീഷ്യൽ ട്രെയിലറും ഇത് ഒപ്പായിരിക്കും ഇറങ്ങുക. അല്ലാതെ അത് ഇറങ്ങുമ്പോൾ മാത്രമേ അപ്ഡേഷൻ വരാറുള്ളൂ. അപ്പോൾ മിക്കവാറും നാളെ ആവണം. നാളെ ആയാലേ നമുക്ക് 15-ാം തീയതിക്കൊക്കെ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അഥവാ 15-ാം തീയതി ആണെങ്കിൽ നമുക്ക് ചിലപ്പം 16-ാം തീയതി വരും. വല്ല ക്രാഷ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിലേറെ കൂടാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ 14-ാം തീയതി ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നാളെ അവർ ലോഞ്ച് ചെയ്യുന്നതാണ്. നാളെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ കഴിയില്ല. പിന്നെ പിറ്റത്തെ ദിവസം തൊട്ടാണ് കളി തുടങ്ങുക എന്ന് പറഞ്ഞിട്ടില്ലേ. പിന്നെ 15-ാം തീയതി ടു 25-ാം തീയതി വരെ എന്താ നോക്കുക. പിന്നെ വേറൊരു കാര്യം കൊനാമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ 25-ാം തീയതിന് മുൻപ് നമ്മൾ ഈ ബസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ഫ്രീ ആയിട്ടൊരു ബ്ലാക്ക് ബോൾ കിട്ടും. അതും സ്പെഷ്യൽ ഏജൻറ്റിൽ ബ്ലാക്ക് ബോളിനെ കിട്ടും. അതൊരു നല്ല കാര്യമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്നത്തെ വരുന്നത്. കാരണം എന്താ വെച്ചാൽ അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. കാരണം അത്ര നല്ലതാവില്ല. അത് മാത്രമല്ല, അതിന് അഥവാ നിങ്ങൾ സ്പേസ് ഇല്ലാതെ തന്നെ, കാരണം ഡാറ്റ ട്രാൻസ്ഫർ രണ്ടാമത് ചെയ്യേണ്ടി വരും ഒന്ന്. പിന്നെ രണ്ടാമത്തത്, നിങ്ങൾ അഥവാ അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ കൊനാമി പറഞ്ഞിട്ടുള്ളത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒ ബി ബി ഫയൽ മാത്രം ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്പേസ് പറ്റില്ലെങ്കിൽ മാത്രം ഒ ബി ഫയൽ കളഞ്ഞിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഒരിക്കലും കളയരുത്. കാരണം എന്താ വെച്ചാൽ പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ്റെ മുകളിലേക്കൂടെയാണ് അപ്ഡേറ്റ് വരിക. അല്ലെങ്കിൽ 20 അപ്ഡേറ്റ് വന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ വരികയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നെറ്റ് വെറുതെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഒരു 5 GB മിനിമം നിങ്ങൾ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചാൽ 5 GB നിങ്ങൾ ക്ലീൻഡായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 5 GB കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഗെയിം ഒരു പ്രശ്നമില്ലാതെ കയറിക്കോളും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ വെറും 1.9 GB ഗെയിം വരുന്നുണ്ട് അപ്ഡേറ്റ് പ്രാവശ്യം. അപ്പോൾ നമ്മൾ ഒരു 2 GB വെച്ച് 2 GB മതി ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ സാധാരണക്കാരെന്നാൽ വൈഫൈ ബോട്ട്സ് ഒന്നും ബെല്ലില്ലാത്തവരാണെങ്കിൽ എന്താ പറയുക, ചെറിയ പ്രശ്നങ്ങൾ വരും. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മളെ ചില ഫോണുകളിലൊക്കെ ബസ് പറയും ഗെയിം ഇൻസ്റ്റാൾ ചെയ്തൊരു 100% ആകുമ്പോൾ അവിടെ നിൽക്കും. പിന്നെ അത് പറയും സ്പേസ് ഇല്ല പറഞ്ഞാണ്ട് പിന്നെ ആദ്യം തൊട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അതിന് നിങ്ങളുടെ നെറ്റ് വെറുതെ പോവും. അപ്പോൾ അതിന് നിൽക്കണ്ട, നിങ്ങൾ വെറും 5 GB മിനിമം നിങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. നല്ല കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ നമ്മളെ 21 മിക്കവാറും നമ്മൾ നാളെ തന്നെയാണ് റിലീസ് ചെയ്യുക. ഇവർ ബസ് ഇന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ അനൗൺസ്മെൻ്റാണ്, നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കണ്ടോ, ഇന്നത്തെ അനൗൺസ്മെൻ്റാണ്. 14-ാം തീയതി അവൈലബിൾ ആവുന്നു. അപ്പോൾ ഇത് എല്ലാ മൊബൈൽസിനും ഉണ്ടാവും എന്ന് ഉറപ്പില്ല. കാരണം വെർഷൻസ് ഏതൊക്കെ വെർഷനിലാണ് ഇറങ്ങുക പറയാൻ പറ്റില്ല. ചിലപ്പം വെർഷൻ 10 അങ്ങനെ ഓരോ ഇതില്ലേ, അതിൽ ആൻഡ്രോയിഡ് 10 മാത്രമാണ് ചിലപ്പോൾ ഇറങ്ങുക. അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ കുറച്ചൊക്കെ വെയിറ്റിംഗ് ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് 20-ാം തീയതിൻ്റെ ഉള്ളിൽ എന്തായാലും ഫുള്ളി അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. പിന്നെ 25-ാം തീയതിൻ്റെ മുൻപ് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഉപകാരമായിരിക്കും. കാരണം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ബോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഒന്ന് നിങ്ങൾ വായിച്ചു നോക്ക്. 25/10/2020 and open the inbox will be receive a black ball special agent. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അപ്ഡേറ്റിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് അറിയാം.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചൈനീസ് വെർഷൻ കയറ്റാനുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു, കാണാത്തവരെ കാണുക. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നാളെ തന്നെ അപ്ഡേറ്റ് വരുമല്ലേ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് വെച്ചാൽ, നിങ്ങൾ എന്തായാലും ഫോൺ ഒരു 5 GB വെക്ക്, അല്ലെങ്കിൽ മിക്കവാറും ഒരു 80-75% ഫോണുകളിൽ അങ്ങനെ കാണിക്കും. കാരണം അനുഭവമുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. നമ്മൾ പല ഗെയിംസും കയറ്റുമ്പോൾ അങ്ങനെ ആവാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ OBB ഫയൽ മാത്രം കളയുക. നിങ്ങൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ OBB ഫയൽ കളയുക. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇത് കളയരുത്, എന്താ പറയുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കളയരുത്. ആപ്ലിക്കേഷൻ കളഞ്ഞു കഴിഞ്ഞാൽ എന്താ ചിലപ്പോൾ അപ്ഡേറ്റിന് പ്രശ്നം ഉണ്ടാവും. കൊനാമി തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആപ്ലിക്കേഷൻ കളയാതെ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ലിബിൻ ഷാൻ സൈനിങ് ഔട്ട്.